അമ്മ ഞാൻ കുറച്ചാൾ കൊച്ചിയിൽ താമസിച്ചിരുന്നു, ഒരു 10 വർഷത്തോളം. അത് ലളിതാമ്മയാണ് എന്നെ കൊണ്ടുവന്നത്. ലളിതാമ്മയുടെ അമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ താഴത്തെ ഫ്ലാറ്റില് അവിടെ റൂമുണ്ട്, നീ വന്ന് താമസിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ കൊച്ചി ഷിഫ്റ്റ് ആവുന്ന നേരത്ത് അവിടെ തന്നെ എനിക്ക് ഫ്ലാറ്റ് എടുത്ത് തരുന്നതും ഒക്കെ അമ്മയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും സിദ്ധു എപ്പോഴും കാണില്ല. സിദ്ധു എന്തെങ്കിലുമൊക്കെ ഷൂട്ടിന്റെ തിരക്കൊക്കെ ആണെങ്കിൽ ഞാനായിരുന്നു അമ്മയെ കൊണ്ടുവരുന്നത്. പർച്ചേസ് ചെയ്യാൻ ഷോപ്പിങ്ങിന് പോകുന്ന ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഞാനായിരുന്നു. അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി. അമ്മയ്ക്ക് വിഷമം വന്നാൽ അമ്മ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ വിഷമോ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അമ്മയുടെ ആകെയുള്ള നെഗറ്റിവിറ്റി അതാണ്. അപ്പം തന്നെ പോയിട്ട് കുറെ സാരി മേടിച്ച് ഷോപ്പ് ചെയ്ത് കാശ് കളയും. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ തട്ടിമുട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ടൊരു വിഷമമായി. കാരണം ഓർമ്മയ്ക്ക് കുറച്ച് ഈ ഡയലോഗൊക്കെ കാണാതെ പറയുന്നതാണ്. അതൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ തട്ടിമുട്ടിയിൽ നിന്ന് മാറ്റിയപ്പോഴത്തേക്കും പാവം എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു, എന്താടി എന്നെ വിളിക്കാത്തെ? ഭയങ്കര വിഷമം. എന്താടി നീ പറ, എന്താടി എന്നെ വിളിക്കാത്തെ എന്നൊക്കെ പറയായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് സമയത്ത് അമ്മ തമിഴ്നാട്ടിലൊരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ എന്താണെന്നറിയില്ല, ആ സമയത്ത് തട്ടിമുട്ടിന്ന് ചെയ്യാത്തോണ്ട് വിശേഷമൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു. ആ സമയത്ത് എന്താണെന്നറിയില്ല, എന്നെ ഡെയിലി വിളിക്കുമായിരുന്നു. ഡെയിലി രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു നേരമെങ്കിലും എന്നെ വിളിക്കും. ഗുളിക കഴിക്കുന്ന പോലെ വിളിക്കും. വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയും. സാധാരണ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലായിരുന്നു അമ്മ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിരുന്നത്. നിനക്കല്ലെങ്കിലും വേണ്ടല്ലോ, വയസ്സായ നമ്മളെയൊന്നും വേണ്ടല്ലോ, തള്ളമാരെയൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ കുറച്ച് സീരിയസ് ആയിട്ടായി, ആരും കേറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ. ഞാൻ വിളിച്ചു ചോദിച്ചു, ശ്രീകുട്ടിയെ വിളിച്ചു ചോദിച്ചു, പറഞ്ഞില്ല ചേച്ചി ആരും കേറ്റുന്നില്ല, ഞങ്ങളെപ്പോലും കേറ്റുന്നില്ല. അപ്പൊ എനിക്കൊന്ന് കാണാൻ പോലും എനിക്ക് അമ്മയെ പറ്റിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമായി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് കുറച്ച് നാൾ കിടന്നല്ലോ, അന്ന് ഞാൻ പോയി കണ്ടു. പക്ഷെ ആ കണ്ടത് നമ്മുടെ അമ്മയല്ലായിരുന്നു. ശരിക്കും നമുക്ക് ആ ഒരു എനിക്കും തന്നെ വിഷമം വരുന്നു. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ഞാൻ ആദ്യം വിളിക്കുമ്പോൾ സിദ്ധു പറഞ്ഞു, ചേച്ചി അത് വേണോ? കാരണം അമ്മയുടെ ഒരു നല്ല മുഖം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ചേച്ചി അത് വേണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല സിദ്ധു എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. സിദ്ധു ഫോൺ വെച്ചു. കാണണം, വേണ്ട ചേച്ചി കാണണ്ടെന്ന് പറഞ്ഞു. ശരി സിദ്ധു എന്നാ വേണ്ട. കാരണം നമ്മൾ അവന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. അവൻ എന്തിലൂടെ കടന്നു പോകുന്നു, സിദ്ധു എന്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള മനസ്സിലാക്കണം. പലരും വന്ന് സിദ്ധുവിനെ ഒരുപാട് പറഞ്ഞു, ആരും കാണിക്കുന്നില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷെ ഒരു മക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അമ്മ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ പെരുമാറുക. മാത്രമല്ല വയ്യാതെ നടക്കുന്ന ഒരു സ്ത്രീയല്ലേ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ സിദ്ധു എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഐ എം സോറി, ഞാൻ ചേച്ചി അമ്മയും തമ്മിലുള്ള റിലേഷൻ മറന്നുപോയി. ഐ എം സോറി, ചേച്ചി വാ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഞാൻ മറന്നുപോയി, ചേച്ചി വാ കാണാം. ഞാൻ പോയിട്ട് വിളിച്ചിട്ട് അറിയുന്നില്ല. ഞാൻ അമ്മയെന്ന് വിളിച്ചു, അമ്മ ഞാൻ വന്നെന്ന് പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താണെന്ന് അറിയോ, കാരണം അവസാന കാലഘട്ടമായപ്പോൾ എന്നെ ഒരുപാട് ചീത്ത പറയുമായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് വേറെ ആരെയും വിളിക്കില്ല, അടുപ്പുള്ളവരെ മാത്രമേ ചീത്ത പറയുള്ളൂ. നമ്മളും അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ മനസ്സിലിങ്ങനെ വിളിച്ചിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചതാണ്, ദൈവമേ 2 ചീത്ത പറയാനെങ്കിലും അമ്മ ഒന്ന് വാ തുറന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. നമ്മൾ ഓരോ തിരക്കിൽ വിടുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലേ, ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരാൾ എന്നെ ഡെയിലി വിളിച്ചോണ്ടിരുന്ന ഒരാള് നമ്മളെ 2 ദിവസം നമ്മുടെ ജീവിതം ഫുൾ പിന്നെ നമ്മൾ കുറ്റബോധത്തില് എനിക്ക് വിളിക്കാമായിരുന്നു, ഞാൻ വിളിക്കേണ്ടിയിരുന്നു, അങ്ങനെ തോന്നും. കാരണം ആ സമയത്ത് അമ്മ ആക്ച്വലി കുറച്ച് ആരോഗ്യത്തിലാണ് സംസാരിച്ചത്, കുഴപ്പമൊന്നുമില്ല, ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷെ അന്ന് കോവിഡ് സമയം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ കുറെ ദിവസം അമ്മ വെറുതെ ഇരുന്നു, 3-4 ദിവസം വെറുതെ ഇരുന്നപ്പോ അവര് വിട്ടില്ല ഇങ്ങോട്ട്. എന്തോ നമ്മൾ സ്റ്റേറ്റ് മാറി പോകുന്നതിന് തന്നെ നമുക്ക് എന്തോ അനുവാദമൊക്കെ എടുക്കേണ്ടിയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അവിടെ അങ്ങ് പെട്ടുപോയി. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, എടി എനിക്ക് വരാൻ പറ്റുന്നില്ലടി, ഇവര് വിടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലടി, എനിക്ക് അങ്ങ് വന്നാ മതി എന്നൊക്കെ പറഞ്ഞു എന്നെ വിളിച്ചിട്ട്. അപ്പൊ ഡെയിലി വിളിക്കുമായിരുന്നു എന്നെ. അത് ആരും വിശ്വസിക്കില്ല.
ആ സമയത്ത് അമ്മയുടെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ എന്നെ ഡെയിലി വിളിക്കും. നമുക്കറിയാം, കാരണം ചേച്ചിയും ലളിതാമ്മയും തമ്മിൽ നിങ്ങളുടെ ആ തട്ടിമുട്ടിയിൽ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും എത്രത്തോളം സ്വന്തം മോളെ പോലെ ആ ഒരു ഫ്രീഡം ഇപ്പൊ ചേച്ചി പറയുമ്പോൾ തന്നെ അത് ശരിക്കും അത് ഫീൽ ചെയ്യണു. അതെന്ന് നമുക്കിനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കിപ്പം എന്താ പറയാ, അമ്മ സ്വന്തം അമ്മമാര് ചെയ്യുന്ന പോലെ തന്നെ മക്കളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്ന പോലെ തന്നെ KSF-ല് ചിട്ടി ചേർപ്പിച്ചത് ലളിതാമ്മയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിച്ചത് ലളിതാമ്മയാണ്. എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കലാകാരന്മാർക്കുള്ള ക്ഷേമനിധി, അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞു. നീ ഇതെല്ലാം ഇപ്പൊ എടുത്ത് വെക്കണം, നിനക്കിപ്പോൾ ആവശ്യം കാണില്ല, പക്ഷെ നീ ഇതെല്ലാം എടുത്ത് വെക്കണം, നിനക്ക് ഭാവിയിൽ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ചെടുപ്പിച്ചത് അമ്മയാണ്. ഒരു വീട് വാങ്ങിച്ച് എല്ലാം നമ്മളെ കൊണ്ട്, കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണ്. KPSC ലളിതയെക്കുറിച്ച് എന്നും കണ്ണു നിറയാതെ മഞ്ജു പിള്ളയ്ക്ക് പറയാൻ പറ്റില്ല. പരമ്പരയ്ക്ക് ശേഷം തങ്ങൾ രണ്ടുപേരും വളരെയധികം അടുത്തു എന്നാണ് മഞ്ജു പിള്ള പറയുന്നത്. അമ്മ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. KSF-ൽ ചിട്ടിയെടുക്കുന്നതും ഇൻഷുറൻസ് എടുക്കുന്നതും വീട് വാങ്ങുന്നതും എല്ലാം അമ്മ പറഞ്ഞിട്ടാണ്. തട്ടിയും മുട്ടിയും പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവേ ശാരീരിക അവശതകൾ കാരണം അമ്മയെ കുറച്ചുനാൾ ഒഴിവാക്കി നിർത്തിയിരുന്നു. അമ്മയ്ക്ക് വയ്യായിരുന്നു. ആ സമയത്ത് അമ്മ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ച ചോദ്യമുണ്ട്, എന്താടി അവരെന്നെ വിളിക്കാത്തതെന്ന് ചോദിച്ച്. അത് പറയാനാകുന്നില്ല, അത്രയ്ക്ക് വിഷമമുണ്ടെന്നാണ് മഞ്ജു പിള്ള പറയുന്നത്. ഇതേക്കുറിച്ച് KPSC ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് ഭരതനും സംസാരിച്ചു. ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലേക്ക് പോകുന്ന ശീലമായിരുന്നു. കോവിഡ് വന്നപ്പോൾ ഇതെല്ലാം തെറ്റി. ലോക്ക്ഡൌണിൽ മാനസികമായി തളർന്നു. കുറച്ചുനാൾ കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞു. ഇല്ലടാ, നിനക്കറിയില്ല, ഒരു ആർട്ടിസ്റ്റ് ഇരുന്നു പോയാൽ ഇരുന്നു പോയതാണെന്നാണ് അമ്മ പറഞ്ഞതെന്നും സിദ്ധാർത്ഥ് ഓർത്തു. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്താ പറയാ, നമ്മുടെ മലയാള സിനിമയിൽ ഇന്നലെ ചേച്ചിക്ക് അറിയാമായിരിക്കും, കലാഭവൻ മണിച്ചേട്ടന്റെ 8ാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. ഇത് പറയുന്ന പോലെ മലയാള സിനിമ ഇഷ്ടപ്പെട്ട എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന, നമ്മുടെ ലളിതാമ്മേനെ ഇഷ്ടപ്പെട്ട പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മണിച്ചേട്ടനെ. പെട്ടെന്ന് മണിച്ചേട്ടന്റെ ആ ഒരു ഇത് ആർക്കും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും വേദനിപ്പിച്ച ഒരു കാര്യം. നമുക്ക് ചേച്ചി തന്നെ നമ്മുടെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ മണിച്ചേട്ടനുമായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ചേച്ചി പറഞ്ഞൊരു ബൈറ്റ് ഉണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം. കലാഭവൻ മണിച്ചേട്ടനുമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എന്താ ഭയങ്കര തമാശയും ബഹളവും കാര്യങ്ങളും, ഭക്ഷണവും എല്ലായിടത്തും ഭക്ഷണം വാങ്ങിക്കും, അങ്ങനെയൊക്കെ. നിങ്ങളുടെ ആ ഒരു സീൻ മറ്റേ പാറയിൽ ചേച്ചി അലക്കിക്കൊണ്ടിരിക്കുമ്പോ പാറയുടെ കളറും നിന്റെ കളറും ഒരുപോലെയാന്ന് പറയില്ലേ മറ്റേ സിനിമയില്, ആ ഒരു ഡയലോഗ് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ വലിയ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ സിനിമയൊക്കെ അഭിനയം നിർത്തിയല്ലോ, അപ്പൊ പിന്നെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതെ പോയി. ചേച്ചിക്ക് അന്നത്തെ ആ ഒരു ന്യൂസ് എങ്ങനെയായിരുന്നു? ചേച്ചി എത്രത്തോളം? അല്ല, അതെല്ലാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട, എനിക്ക് എൻ്റെ അടുപ്പുള്ള ആൾക്കാരാണ് പോയത് എല്ലാവരും. കൽപ്പന ചേച്ചി, എത്ര പേരാ, ഇവരൊക്കെ എനിക്ക് അടുപ്പുള്ളവരാ. ഇതൊക്കെ പ്രതീക്ഷിക്കാതെ പോയവരാ. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കൽപ്പന ചേച്ചിയുടെ. മണിച്ചേട്ടൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഞെട്ടലായിരുന്നു ശരിക്കും. അയ്യോ, കാരണം മണിച്ചേട്ടനുമായിട്ട് ഞാൻ കുറേ നാളായിട്ട് എനിക്ക് കോണ്ടാക്ട്സ് ഇല്ല, കുറേ നാളുകളായിട്ട് കോണ്ടാക്ട്സ് ഇല്ല. കാരണം ഞാൻ സിനിമയിൽ നിന്നൊക്കെ അഭിനയം നിർത്തി പോന്നു, പിന്നെ പിന്നെ കോണ്ടാക്ട് ചെയ്തേണ്ടി വന്നിട്ടില്ല, കോണ്ടാക്ട്സ് ഇല്ല. പക്ഷെ എനിക്ക് ലളിതാമ്മ, കൽപ്പന ചേച്ചി, സുബി കണക്റ്റഡ് ആണ്. എന്ത് ഡെയിലി അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം തോന്നി എപ്പോഴും മണിച്ചേട്ടൻ പോയപ്പോ ഞങ്ങൾക്കൊരു ഞെട്ടലായിരുന്നു. അയ്യോ പോയോ എന്നുള്ള. പക്ഷെ ബാക്കിയുള്ള മരണങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു.